പാർട്ട് ടൈം ലൈബ്രറി നിയമനത്തിന് കോൺഗ്രസ് പഞ്ചായത്ത് അംഗം കോഴ ആവശ്യപ്പെട്ടത് വിവാദത്തിൽ. ഇതിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നതോടെ സംഭവത്തിൽ പാർട്ടി അന്വേഷണം തുടങ്ങി. കൊടിയത്തൂർ പഞ്ചായത്ത് മെമ്പർ കരീം പഴങ്കലിനെതിരെയാണ് KPCC നിർദ്ദേശപ്രകാരം പാർട്ടി അന്വേഷണം തുടങ്ങിയത്. കോഴ ആവശ്യപ്പെടുന്ന ശബ്ദരേഖ സന്ദേശം കേൾക്കാം. പെൺകുട്ടിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ സംവിധാനം പറയുന്ന ഞാൻ പറഞ്ഞു. എന്നതാ പറയണ്ടേ? നിങ്ങൾ പറഞ്ഞേരി. നീ പറയുന്നവരെ ഞാൻ പറയാം എന്നാ പറയണ്ടെങ്കില്. ഞങ്ങൾ സാധാരണ നിയമത്തിലൊക്കെ വലിയ പൈസ വാങ്ങാറുണ്ട്. പഞ്ചായത്തിൽ ഒരുപാട് ആവശ്യം ഉണ്ടാവുമല്ലോ. എങ്ങനെ 50 10 കാണിച്ചോളി. എനിക്ക് വേണ്ട, നിങ്ങൾക്കുള്ളത് എന്റെ അയൽവക്കത്തുള്ള യൂഡിഎഫിന്റെ പരിപാടിക്ക് പറഞ്ഞ ഉദ്ദേശം അല്ല. അപ്പൊ ഞാൻ ആ രീതി സംസാരിച്ച് നോക്കട്ടെ കേട്ടോ, എന്നാ അവള് പറയുന്നതെന്ന്. അതിനുള്ള പാർട്ടിക്കാരാണ്, അവർക്ക് പൈസക്കുള്ള ആക്കമൊന്നുമില്ല. പാല് വിറ്റ് ജീവിക്കുന്ന പിള്ളേരാണ്. എങ്ങനെ പാലേ പശുവിനെ കറവാ. ഇതൊരു സ്ഥിരം ജോലിയല്ലേ? 2 മണിക്കൂറിന് 12,000 രൂപ പഞ്ചായത്തിന് കൊടുക്കല്ലേ? അപ്പം പിന്നെ അങ്ങനെ തന്നെ ആക്കണം. എന്തെങ്കിലും ഞാൻ പറയാം, സംസാരിക്കട്ടെ. അതിന് വൈകുന്നേരത്തേക്ക് നിങ്ങൾ വിവരം തരണം. ആയിക്കോട്ടെ കേട്ടോ. ഓക്കെ. ഇവിടെ സണ്ണിച്ചേട്ടൻ എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ വന്ന് ചോദിച്ചു, ഒരു കുട്ടി ഇവിടെ ജോലിക്ക് വേണ്ടി പഞ്ചായത്തിൽ നിന്ന് വിളിക്കുന്നുണ്ട്, അത് ശരിയാണോ ചോദിച്ചാൽ ഞാൻ അയച്ചിട്ടുണ്ട്, എൻ്റെ അയച്ചിട്ടുണ്ട്, അങ്ങനെ ഇൻ്റർവ്യൂ കാർഡ് വന്നിട്ടുണ്ടോ. അപ്പം ഞാൻ സണ്ണിച്ചേട്ടനോട് ചോദിച്ചു പൈസ എല്ലാം കൊടുക്കണമെന്ന് ചോദിച്ചു. പൈസ ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്ന് പിന്നെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ ഇവർ വണ്ടിയിലിരുന്ന് എന്തൊക്കെയോ പൈസയായിട്ട് കാര്യങ്ങൾ എന്തൊക്കെയോ സംസാരിക്കണം ഞാൻ കേട്ടു വണ്ടിയിൽ നിന്ന് തമ്മിൽ. അങ്ങനെ ഞാൻ പെണ്ണിനെ പറഞ്ഞ് വിട്ടു. അവിടെ ഇപ്പോൾ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു. പിന്നെയാണ് ചോദിക്കുന്നത് പൈസയുടെ കാര്യം വേണം, അവർക്ക് വേണം, പൈസ വേണം. കഷ്ടപ്പെട്ട് ഇത്രയും പഠിപ്പിച്ച് ഇത്തരം ഇത്തരം വിദ്യാഭ്യാസം കൊടുത്ത് എനിക്ക് ഇനി പൈസ കൊടുത്തിട്ട് ജോലി കാണിക്കണം. ഞങ്ങൾ പാരമ്പര്യമായിട്ട് കോൺഗ്രസ്സുകാരാണ്. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ പോലെ ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ്. ഞങ്ങളിതുവരെ പൈസ കൊടുത്തെടുത്തും കയറിയിട്ടില്ല. അവളോട് മറ്റവർ ചോദിച്ചു, എന്താ കരീമോ പൈസ ചോദിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുക്കണ്ടെന്ന് പറഞ്ഞു. സണ്ണിച്ചേട്ടനോട് ചോദിച്ചിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, പാർട്ട് ടൈം ലൈബ്രറിയൻ നിയമനത്തിനാണ് ഇപ്പോൾ കോൺഗ്രസ് പഞ്ചായത്ത് അംഗം കോഴ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏറെ ഗൗരവകരമായ ഒരു വിഷയം തന്നെയാണ്. ഇത്തരത്തിൽ നിയമനത്തിനൊക്കെ കോഴ വാങ്ങുന്നു എന്നുള്ളത് തന്നെ എന്താണ് ഇപ്പോൾ KPCC പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്, അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട്. ശബ്ദരേഖകളിൽ നിന്ന് വ്യക്തമാണ് ഇത്തരത്തിലൊരു കോഴ ആവശ്യപ്പെട്ടു എന്നുള്ളത് തന്നെ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും വിദ്യ ഏറെ ഗൗരവകരമായ ഒരു കാര്യമാണ്. കാരണം ഒരു ലൈബ്രറിയൻ നിയമനത്തിന്, പ്രത്യേകിച്ച് ഒരു പഞ്ചായത്തിന് കീഴിലുള്ള സാംസ്കാരിക നിലയത്തിലെ ഒരു ലൈബ്രറിയൻ നിയമനത്തിന് കോഴ ആവശ്യപ്പെടുന്നു എന്ന് പറയുന്നത്, ഏത് നിയമനത്തിനായാലും കോഴ ആവശ്യപ്പെടുന്നത് അങ്ങേയറ്റം ഗൗരവകരമായ കുറ്റകൃത്യം തന്നെയാണ്. അത് ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ആരോപണമായി ഉയർന്നു വന്നിരിക്കുന്നത്. കാരണം ഇതിൽ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്, കോഴിക്കോട് കൊടിയത്തൂർ പഞ്ചായത്തിലെ കോട്ടമ്മൽ അങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന സാംസ്കാരിക നിലയത്തിലാണ് പാർട്ട് ടൈം ലൈബ്രറിയെ നിയമിക്കാൻ ഈ കൊടിയത്തൂർ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ മുഖാമുഖം നടത്തുകയും ചെയ്തു. തുടർന്ന് 1ാം റാങ്ക് ലഭിച്ചയാൾ അദ്ദേഹത്തിന് ജോലി വേണ്ട എന്ന് എഴുതി നൽകി. കാരണം അദ്ദേഹത്തിന് മറ്റൊരു ജോലി ഉള്ളതുകൊണ്ട്. പിന്നീട് 2ാം റാങ്കുകാരിയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. കൂടരഞ്ഞി കൂമ്പാറ സ്വദേശിനിയാണ് ഈ 2ാം റാങ്കുകാരി. ഇവർ കോൺഗ്രസ് കുടുംബത്തിലെ ഒരു അംഗം കൂടിയാണ്. കാരണം ഇവരുടെ കുടുംബം പാരമ്പര്യമായി കോൺഗ്രസുകാരാണ്. അവർക്കാണ് ഇപ്പോൾ കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന ഈ കൊടിയത്തൂർ പഞ്ചായത്തിലെ ഭരണസമിതിയുടെ പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിലെ ലൈബ്രറിയനായി നിയമിക്കാൻ വേണ്ടി കോഴ നൽകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ കോഴ ആവശ്യപ്പെട്ടുള്ള ശബ്ദ സന്ദേശം ഉണ്ടായിരിക്കുന്നത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായ ഇപ്പോഴത്തെ 7ാം വാർഡ് മെമ്പർ കരീം പഴങ്കലിന്റേതാണ്. ഈ കരീം പഴങ്കൽ കോഴയെക്കുറിച്ച് കൂടരഞ്ഞിയിലെ മറ്റൊരു കോൺഗ്രസ് നേതാവായ സണ്ണിയുമായി സംസാരിക്കുന്നതാണ് ഈ ശബ്ദരേഖ, നമ്മളിപ്പോൾ കേട്ട ഈ ശബ്ദരേഖ. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ കരീം പഴങ്കിലും സണ്ണിയും രണ്ടും കോൺഗ്രസിലെ വിരുദ്ധ ചേരികൾ. കാരണം കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ സ്വാഭാവികമാണ്. അപ്പോൾ 2 ഗ്രൂപ്പുകളിൽ പെട്ട ആളുകളാണ് എന്നുള്ളതാണ്. അങ്ങനെ ഈ സണ്ണി ഈ കോഴയായത് കാരണം
സണ്ണി തന്റെ ഫോണിൽ ഈ ശബ്ദ സന്ദേശം റെക്കോർഡ് ചെയ്യുന്നു. ആ റെക്കോർഡ് ചെയ്തത് സണ്ണി പറയുന്നത് താൻ ഈ കരീമിനെതിരെ, കാരണം കോഴ ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായ ഘട്ടത്തിൽ കരീമിനെതിരെ പാർട്ടി തല നടപടിക്ക് പാർട്ടിക്കാണ് താൻ ഈ ശബ്ദ സന്ദേശം അയച്ചു കൊടുത്തത്. അവിടെ നിന്നാവാം ഇത് പുറത്തേക്ക് വന്നതെന്നാണ് സണ്ണി പറയുന്നത്. എന്തായാലും വളരെയധികം ഗൗരവകരമായ ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം തന്നെ വളരെ ഗൗരവകരമായി ഈ വിഷയം എടുത്ത് അതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. NK അബ്ദുറഹ്മാൻ, KPCC മെമ്പർ NK അബ്ദുറഹ്മാനെയാണ് ഈ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിനോട് 3 ദിവസത്തിനകം ഈ കാര്യത്തിൽ റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കടുത്ത ഒരു അച്ചടക്ക നടപടിയിലേക്ക് തന്നെ കോൺഗ്രസ് നീങ്ങുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ, പ്രത്യേകിച്ച് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ വ്യക്തമാക്കുന്നത്. നാളെ വൈകുന്നേരമായിരിക്കും NK അബ്ദുറഹ്മാൻ ഇത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് DCC പ്രസിഡന്റിന് കൈമാറുക. അതിനുശേഷം മറ്റന്നാൾ ഇത് വിശദമായി പരിശോധിച്ച് അക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് കോൺഗ്രസ് അറിയിച്ചിട്ടുള്ളത്. വിദ്യ. ശരി റിയാസ്, വ്യക്തമാണ്. പാർട്ട് ടൈം ലൈബ്രറിയൻ നിയമനത്തിന് കോൺഗ്രസ് പഞ്ചായത്ത് അംഗം കോഴ ആവശ്യപ്പെട്ടത് വിവാദത്തിൽ ശബ്ദരേഖ പുറത്തു വന്നതോടുകൂടി പഞ്ചായത്ത് അംഗം കരീം പഴങ്കലിനെതിരെ KPCC നിർദ്ദേശപ്രകാരം അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് റിയാസ് KMR ആണ്. സീറോ മലബാർ സഭയുടെ 32ാം സിനഡിൽ മേജർ ആർച്ച് ബിഷപ്പിനെ രഹസ്യ ബാലറ്റിലൂടെ തെരഞ്ഞെടുത്തു. പേര് വത്തിക്കാന്റെ അനുമതിക്കായി വിട്ടു. പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട്. നിതിൻ, ഒരു രഹസ്യ ബാലറ്റിലൂടെയാണ് ഇത്തരത്തിലൊരു പേര്